നമസ്കാരം. സഖാവ് പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. തീർച്ചയായിട്ടും പി ജയരാജൻ സഖാവ് ചെന്താരകമാണ്. പി ജെ ആർമിയുണ്ട്, അതിപ്പോൾ റെഡ് ആർമി എന്നുള്ള പേരിൽ മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പി ജയരാജനെ ഒഴിവാക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ പി ജയരാജനെ ഒതുക്കാൻ പലകുറി CPM-ൽ പിണറായി വിഭാഗം ശ്രമം നടത്തി തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു പലതരത്തിൽ. അതുപോലെ വടക്കൻ കേരളത്തിൽ പി ജയരാജന്റെ ശക്തി തിരിച്ചറിഞ്ഞ പലയിടത്തും CPM തോറ്റിട്ടുണ്ട്, CPM-നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വാദങ്ങളും. അതുപോലെ EP ജയരാജന്റെ റിസോർട്ട് വിവാദവും ഒക്കെ തന്നെ വലിയ ചർച്ചയായി. അതിനൊക്കെ തന്നെ കാരണമായത് സഖാവ് പി ജയരാജൻ എന്ന 3 ജയരാജന്മാരാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ഇദ്ദേഹം. 3 പേരും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ്. എങ്കിലും ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. നമുക്കതൊന്നും അറിയില്ല. ഇപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യക്കാരനുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയ ഇന്ത്യക്കാരന് വേണ്ടി പി ജയരാജൻ എന്തിന് ശബ്ദം ഉയർത്തുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. കാരണം CPM-ന് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ലാത്ത വിഷയങ്ങളാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളും ഇന്ത്യ നേടുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ തന്നെ. അതിനെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കാനേ ഒരു വേള CPM എന്ന പാർട്ടി പലകുറി ശ്രമിച്ചിട്ടുള്ളൂ. ഈ ശുഭാംശു ശുക്ല എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനം, ബഹിരാകാശ നിലയത്തോളം വാനോളം ലോകമെങ്ങും ഉയർത്തിയ വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു ആ ഒരു പേടകത്തിന്റെ പൈലറ്റ്. പി ജയരാജന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റാണ്. ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി വളരെയധികം ചിന്തിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തിന് ബഹിരാകാശ നിലയത്തിൽ പോയതല്ല വിഷയം. അവിടുന്ന് പ്രധാനമന്ത്രി ഈ വ്യക്തിയുമായി, ശുഭാംശു ശുക്ല എന്ന വൈമാനികനുമായി സംസാരിച്ചതിലുള്ള ചില പോയിന്റുകളെ കുറിച്ചാണ് സഖാവ് പി ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. ബഹിരാകാശത്ത് ആദ്യമായി കണ്ടത് എന്താണ് എന്നാണ് മോദി ചോദിച്ചത്. അതിന് ശുഭാംശുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: രാജ്യാതിർത്തികൾ ഒന്നുമില്ല, ഒരൊറ്റ ഭൂമി മാത്രം. ആത്യന്തികമായി മനുഷ്യർ ഒന്നാണ് എന്ന പ്രതീതി, ഭൂമി ഒരു വീടാണ് എന്ന് തോന്നി എന്നാണ് ശുഭാംശു ശുക്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം അത് പറഞ്ഞ കാര്യമാണ്. ആ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടതുമാണ്. ആത്യന്തികമായി മനുഷ്യൻ ഒന്നാണെന്ന ഈ മറുപടി നരേന്ദ്രമോദിക്ക് ഒരു ഉപദേശം കൊടുത്തതുപോലെയാണ് തോന്നിയത്. ഹിന്ദുത്വ രാഷ്ട്രീയം പിന്തുടരുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ തത്വമാണ് അംഗീകരിക്കാത്തത്. വിവിധ മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത ഒരു ഭരണാധികാരിക്ക് ബഹിരാകാശത്ത് നിന്നും ശുഭാംശു നൽകിയ മറുപടി വളരെ പ്രസക്തമാണ് എന്ന് സഖാവ് പി ജയരാജൻ പറയുന്നു. ശുഭാംശുവിന് യാത്രാമംഗളങ്ങൾ നേരുന്നു. അദ്ദേഹം ഉൾപ്പെട്ട സംഘത്തിന്റെ മിഷൻ വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് പി ജയരാജൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. പി ജയരാജൻ നരേന്ദ്രമോദിയെക്കുറിച്ചോ രാജ്യത്തിന്റെ ഭരണ സ്ഥിതിയെക്കുറിച്ചോ ഭരണ സംവിധാനത്തെക്കുറിച്ചോ ഒരു പൊളിറ്റീഷ്യനായ, ഒരു പൊതുപ്രവർത്തകനായ അങ്ങ് കുറച്ചുകൂടി ബോധവാനാകേണ്ടതുണ്ട്. ദേശാഭിമാനി മാത്രം വായിച്ചാൽ, ചിന്താവാരിക മാത്രം വായിച്ചാൽ, കൈരളി TV മാത്രം വായിച്ചാൽ അതൊന്നും കാണാനോ അറിയാനോ പറ്റില്ല. അങ്ങേപോലെ പരിണിതപ്രജ്ഞനായ, ഇത്രയും ലൈഫിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി ഇത്തരം ബാലിശമായ ആശയങ്ങൾ പങ്കുവയ്ക്കരുത് എന്ന ഒരു എളിയ അപേക്ഷയാണ് പ്രിയപ്പെട്ട ജയരാജേട്ടനോട് ഉള്ളത്. കാരണം ഇന്ത്യ നിലനിൽക്കുന്നത് തന്നെ, ഇന്ത്യയുടെ ആശയം തന്നെ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത തന്നെ ലോകം ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. വസുധൈവ കുടുംബകം എന്ന ആചാര്യ സൂക്തങ്ങളിലൂടെയാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അന്നും ഇന്നും. ഇടയ്ക്ക് കോൺഗ്രസ് ഭരിച്ചപ്പോൾ നമുക്കറിയില്ല. എന്തൊക്കെയായാലും ലോകം ഒരു കുടുംബമാണ്. അതിർവരമ്പുകളില്ലാത്ത, ജാതിമത വർഗ രാഷ്ട്രീയ ഭേദഗതികളില്ലാത്ത, ലിംഗവ്യത്യാസം പോലും ഇല്ലാത്ത മനുഷ്യരെയും അതുപോലെ തന്നെ സ്ഥലങ്ങളെയും മൃഗങ്ങളെയും എല്ലാവരെയും ചരാചരങ്ങളെയും ഒക്കെ ഒന്നായി കാണണം. ഇതൊക്കെ തന്നെ ലോകത്തിന്റെ സമ്പത്താണ്. ലോകമൊന്നാണ് എന്ന ഇന്ത്യയുടെ, ഭാരതത്തിന്റെ, അഖണ്ഡ ഭാരതത്തിന്റെ യഥാർത്ഥ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം സഖാവ് പി ജയരാജന് അറിയില്ലേ? ശുഭാംശു ശുക്ല പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. ലോകമൊരു വീടാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ ആശയവും. ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ തന്നെ ആശയം അതാണ്. ലോകമൊരു വീടാണ്, ലോകമൊരു കുടുംബമാണ്, അതിർവരമ്പുകളില്ലാത്ത ലോകം. എവിടെയും മനുഷ്യരാണുള്ളത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന സ്ഥിതി ഇല്ലാതെയാകണം. മത തീവ്രവാദം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടണം. പരസ്പര സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, മതനിരപേക്ഷതയോടെ, സഹിഷ്ണുതയോടെ, എന്തിനേയും ഏതിനേയും ഉൾക്കൊണ്ട് ക്ഷമിച്ച് സഹിച്ച് മുമ്പോട്ട് പോകാനുള്ള ആ ഭാരതീയമായ ആശയം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് അറിയാഞ്ഞിട്ടാണോ അതോ അങ്ങ് പറയാഞ്ഞിട്ടാണോ എന്നറിയില്ല സഖാവ് ജയരാജൻ. അത് തന്നെയാണ് ശുഭാംശു ശുക്ല പറഞ്ഞ ആശയം തന്നെയാണ്. അത് പ്രസക്തമാണ് എന്നുള്ള അങ്ങയുടെ വാദത്തോട് യോജിക്കുന്നു. അത് പ്രസക്തമാണ്. അതുതന്നെയാണ്
ഇന്ത്യ എന്ന ഭരണ സംവിധാനം. ഇവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കിയല്ല ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്, ആനുകൂല്യങ്ങൾ നൽകുന്നത്, ഇവിടെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഒരിക്കലും ഒന്നും നോക്കിയല്ല. ഭാരതീയരാണെന്ന് മാത്രമല്ല, ലോക ജനതയാണ്. നമ്മൾ ലോകത്തിന്റെ ഭാഗമാണ്. വിശ്വഗുരുവാണ് ഇന്ത്യ. വസുധൈവ കുടുംബകം എന്ന അടിസ്ഥാന ആശയം മുൻനിർത്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം. ആരും അതേ പറയും. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന, ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്ര ഭരണ സംവിധാനത്തിന് കീഴിലാണ് ഭാരതം എന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും. ശുഭാംശുവിന് ആശംസകൾ നേർന്നതിന് സഖാവ് പി ജയരാജന് ഹൃദയം നിറഞ്ഞ നന്ദി. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.